ക്ലാസിക്സ് ആനുവൽ എക്സാം 2022-23 ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ. ഒന്നാമത്തെ ആക്ടിവിറ്റി, ഏക് ദിൻ ശീതൾ നെ ഏക് സപ്ന ദേഖ. ഒരു ദിവസം ശീതൾ ഒരു സ്വപ്നം കണ്ടു. ഏക് നദി തേസ് ബഹ് രഹി ഥി. നല്ല ഒഴുക്കുള്ളൊരു നദി. നദി സെ ഏക് മച്ഛലി ബാഹർ ഉച്ഛലി ഔർ കിനാരെ പത്തർ പർ ഫസ് ഗയി. നദിയിൽ നിന്ന് ഒരു മീൻ പുറത്തേക്ക് ചാടി കിനാരെ അതിൻ്റെ തൊട്ടരികിലുള്ള ഒരു കല്ലിൽ കുടുങ്ങി. ശീതളിനെ മച്ചിലിക്കോ വാപ്പസ് നദിമേം ഡാൽ ദിയ. ശീതൾ ആ മച്ചിലിനെ മീനെടുത്തിട്ട് അങ്ങനെ തന്നെ നദിയിലേക്ക് ഇട്ടു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കിസ്നെ സപ്ന ദേഖ. ആരാണ് സ്വപ്നം കണ്ടത്? കിസ്നെ ആരാണ് സപ്ന ദേഖ കണ്ടത്? ആരാണ്? ശീതളിനെ. ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഏത് വിഷയമാണെങ്കിലും അതിൻ്റെ മീനിങ് പഠിക്കാതെ ഒരു കാര്യമില്ല. ഈ ഹിന്ദിയുടെ മീനിങ് പഠിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. പിന്നെ അത് എഴുതാനായിട്ട് അതിൻ്റെ അക്ഷരങ്ങൾ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നോക്കി എഴുതി പഠിക്കണം, അക്ഷരത്തെറ്റില്ലാണ്ട്. അതിൻ്റെ മീനിങ്ങും പഠിക്കണം. എന്നാൽ മാത്രമാണ് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നദി കൈസേ ബഹ് രഹി ഥി. എങ്ങനെയാണ് പോയിരുന്നത്? വളരെ സ്പീഡിലാണല്ലേ, തേസ്. നദി സേ ബാഹർ ഉച്ഛലി കോൻ. ആരാണ് നദിയിൽ നിന്നും പുറത്തേക്ക് ചാടിയത്? ഉത്തരം മച്ഛലി. മച്ഛലി എന്ന് പറഞ്ഞാൽ മത്സ്യം, മീൻ. അടുത്തത്, മച്ഛലി കഹാം ഫസ് ഗയി. എവിടെയാണ് കുടുങ്ങിയത്? മച്ഛലി ഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുങ്ങിപ്പോവുക. എവിടെയാണ്? പത്തർ പർ. പത്തർ എന്ന് പറഞ്ഞാൽ കല്ലുകൾക്കിടയിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ശീതളിനെ മച്ഛലിക്കോ കഹാം ഡാൽ ദിയ. ശീതൾ മത്സ്യത്തിനെ കഹാം എവിടെ, ഡാൽ ദിയ ഇട്ടു. ഡാൽ എവിടെയാണ്? നദിയിലാണ്, റിവറിലാണ്. രണ്ടാമത്തെ ഗതിവിധി 2 ആക്ടിവിറ്റി 2 ആണ്. സൂചന, ജമീൻ കോ ജാദു ആത്താ ഹെ. കവിത की ये पंक्तियाँ पढ़ें और प्रश्नों के उत्तर लिखें. സമീൻ കോ ജാദു ആത്താ ഹെ എന്നുള്ള ആ കവിതയിലെ കുറച്ച് വരികളാണ്. അതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിന് ഉത്തരം എഴുതാനാണ്. സമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭൂമി എന്നാണ് അർത്ഥം. ജാദു ആത്താ ഹെ, ജാദു മാജിക്. ഇനി ഇതാണ് കവിത. യേ മേരെ ബാക്കി മിട്ടിക്കോ കുച്ച് ദോ ഹേ. ഈ മണ്ണിന്, ഈ സ്ഥലത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. യേ ജാദുയി ജമീ ഹേ ക്യാ. ഇതെന്താ? ഇതിനുമല്ല മാജിക്കും ഉണ്ടോ? ജമീൻ കോ ജാദു ആത്താ ഹേ. ഇതിന് ഭൂമിക്ക് എന്തോ മാജിക് ഉണ്ടെന്ന്. ഇനി കവിതാംശ് മേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കവിതാംശ് മേ ഭൂമി കെ ലിയേ കിസ് ശബ്ദ കാ പ്രयोग हुआ है. ഏത് എന്താണ് ഭൂമി എന്നുള്ള അർത്ഥം വരുന്നത്? ഇതിൽ ജമീൻ ആണ് കേട്ടോ. ബാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോട്ടം, മിട്ടി മണ്ണ്, ജാദു മാജിക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ധർത്തി ബജാവോ ജീവൻ ബജാവോ. സേവ് എർത്ത് സേവ് ലൈഫ്. അപ്പോൾ ഈ സന്ദേശ് ദേത്തെ ഹുയെ ഏക് പോസ്റ്റർ തയ്യാർ കരേ. പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ധർത്തി ബജാവോ, ഭൂമിയെ രക്ഷിക്കൂ, ജീവൻ ബജാവോ. അപ്പോൾ ഈ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു A4 ഷീറ്റ് അങ്ങനെ തന്നെ എടുക്കുക. ആ A4 ഷീറ്റിൻ്റെ ഒരു പേജിൻ്റെ ബോർഡർ വരയ്ക്കുക, പോസ്റ്ററിന് എഴുതുക. ഇനി ധർത്തി ബജാവോ ജീവൻ ബജാവോ അങ്ങനെ ഹെഡിങ് കൊടുത്തിട്ട് അതിൽ നമുക്ക് ഒരു പിക്ചർ വരയ്ക്കുക. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യുക. അങ്ങനെ ഒരു പോസ്റ്റർ റെഡിയാക്കാം. തേർഡ് ആക്ടിവിറ്റി, ചിത്ര വാചൻ കരേ ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. ചിത്രം നോക്കിയിട്ട് താഴെ തന്നിട്ടുള്ള ഈ ചോദ്യങ്ങൾക്ക്, അതായത് ചിത്ര കെ അനുസാർ വാക്യോം കോ ക്രം സെ ലിഖേം.
ക്രം എന്ന് പറഞ്ഞാൽ അത് ക്രമമായിട്ട് എഴുതുക. ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് അതിനെ ക്രമമായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് നമ്പർ കൊടുക്കുക. അതായത് ആദ്യത്തെ എഴുതിയേക്കുന്നത് ഒന്നാമത്തെ പിക്ചറിൽ ഏതാണ്? ബൂക്കെ ചൂഹേക്കോ എഗ് പെൻസിൽ മിലി, അതാണ് ആദ്യം എഴുതേണ്ടത്. വിശന്നലഞ്ഞ റാറ്റിന്, എലിക്ക് ഒരു പെൻസിൽ കിട്ടി. രണ്ടാമത്തെ പെൻസിൽ ने कहा मुझे छोड़ दो मैं तुम्हारे लिए चित्र खींच दूंगी, എന്നെ വിട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു ചിത്രം വരയ്ക്കാം. മൂന്നാമത്തെ പെൻസിൽ ചിത്ര ഖീഞ്ചനെ ലഗി, പെൻസിൽ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. നാലാമത്തെ ബില്ലിക്കോ ദേക്കർ ചൂഹ ഭാഗയ, ബില്ലിനെ കണ്ടിട്ട്, ഈ പെൻസിൽ വരച്ച പൂച്ചേനെ കണ്ടിട്ട് റാറ്റ് ഓടാൻ തുടങ്ങി. ഇനി ചിത്ര കഥാഖേലിയെ ഉചിത് ശീർഷക് ദേ, നല്ലൊരു ഹെഡിങ് കൊടുക്കാനാണ്. എന്തെന്ന് എഴുതാം? ഹെഡിങ് നമുക്ക് പെൻസിലാവോ ചൂഹ അങ്ങനെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. നാലാമത്തെ ആക്ടിവിറ്റി ഹിന്ദുസ്ഥാൻ ഹമാര പാഠ് കാ യഹ് അംശ് പഠേം ഔർ പ്രശ്നം കെ ഉത്തർ ലിഖേം. ഹിന്ദുസ്ഥാൻ ഹമാര എന്നുള്ള ഈ പാഠത്തിലെ ഈ ഭാഗം വായിച്ചിട്ട് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഭാരത് സംസാർ കാ ഏക് ഐസാ താജ് ഹേ ജിസ്കി ചമക് വിശ്വ പർ ഫൈലി ഹേ. ഭാരതം, ഇന്ത്യ ലോകത്തിൻ്റെ ഐസാ താജ് ഹേ. താജ് എന്ന് വെച്ചാൽ ക്രൗൺ. ഹിന്ദി പഠിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും മീനിങ് പഠിക്കണം, എന്നാലാണ് ഇത് മനസ്സിലാവുള്ളൂ. താജ് എന്ന് പറഞ്ഞാൽ ക്രൗൺ എന്നാണ്, കിരീടമാണ്. ജിസ്കി ചമക്ക്, അതിൻ്റെ തിളക്കം, ചമക്ക് തിളക്കം. വിശ്വ ലോകം, വിശ്വഭർ ലോകം മുഴുവൻ. ഫൈലിഹെ വ്യാപിക്കുന്നു. ഇനി ഇസ്കി ഖൂബ്സൂരത്, ഇതിൻ്റെ സൗന്ദര്യം, ഖൂബ്സൂരത് സൗന്ദര്യം. ഭൗഗോളിക് ജലക്, അതിൻ്റെ തിളക്കം. സമയ പർ രംഗ് ബദൽത്തെ അനോഖെ മൗസം, കാലാകാലങ്ങളിൽ അതിനെ മാറുന്ന ക്ലൈമറ്റ്. ഷാൻ ബനി സമ്പന്ന സംസ്കൃതി, ഷാൻ ബനി, ഷാൻ എന്ന് വെച്ചാൽ അഭിമാനം ഉണ്ടാക്കുന്ന, സമ്പൽ സംസ്കൃതി, സമ്പന്ന സംസ്കൃതി. സംസ്കൃതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൾച്ചർ. സബ് ഇസ് താജ് മീം ജഡേ ഹീരേ ഹേ, ഇതാണ് ലോകത്തിൻ്റെ കിരീടമാണ് ഭാരതം. ഭാരതത്തിൻ്റെ മാറി മാറി വരുന്ന കാലാവസ്ഥകൾ, മഹത്തായ സംസ്കാരം, ഭൂമിശാസ്ത്രപരമായ ദൃശ്യങ്ങൾ എന്നിവ ഈ കിരീടത്തിലെ രത്നങ്ങളാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഖണ്ഡ് മേ കിസ്കോ സൻസാർ കാ താജ് കഹാ ഗയാ ഹേ, ഭാരതം. ഇനി രണ്ടാമത്തെ, ഖണ്ഡ് കെ ആധാർ പർ സഹി മിലാൻ കരേം. സൻസാർ കാ താജ് ഭാരത് ഹേ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ കിരീടം ഭാരതമാണെന്നാണ്. ഇനി ഭാരത് രൂപി താജ് മേ ജഡേ ഹീരേ എന്ന് പറഞ്ഞാൽ ഭാരതമാകുന്ന കിരീടത്തിൽ പതിച്ചിരിക്കുന്ന രത്നങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി എന്തൊക്കെയാണ് ഭാരതിക്ക് ഖൂബ്സൂരത് ഭൗഗോളിക് ജലക്, ഭാരതത്തിൻ്റെ മനോഹരമായ ഭൂമിശാസ്ത്രപരമായ ദൃശ്യങ്ങൾ. സമയ പർ രംഗ് ബദൽത്തെ അനോഖെ മൗസം, സമയാനുസൃതമായി മാറി മാറി വരുന്ന വിചിത്രമായ കാലാവസ്ഥകൾ. ഇനി ഷാൻ ബനി, അഭിമാനജനകമായ, സമ്പന്ന സംസ്കൃതി, സംസ്കാരം തുടങ്ങിയവയാണ് ഭാരത് രൂപി താജ് മേ ജഡേ ഹീരേ ഹേ, ഭാരതമാകുന്ന കിരീടത്തിൽ പതിച്ചിരിക്കുന്ന രത്നങ്ങൾ. അഞ്ചാമത്തെ ആക്ടിവിറ്റി, മാർച്ച് കെ ദിനോം ഹാത്തോം മേ കിതാബേം ഔർ ആംഖോം മേ നീന്തേം രഹാ കർത്തി തി. മാർച്ചിലെ ദിവസങ്ങളിലൊക്കെ കയ്യിൽ പുസ്തകം ഉണ്ടെങ്കിലും കയ്യിൽ ബുക്കും കണ്ണുകളിൽ ഉറക്കമായിരിക്കുന്നു. ദോ പന്നെ പലട്ടേഹി, 2 പേജ്. ദോ പന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേജുകൾ. പലട്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറയ്ക്കുമ്പോഴേക്കും. നീന്ത് ഹാത്ത് ആക്ക ആംഖോം പർ പൽക്കേം ഗീഞ്ച് ജാത്തെ, 2 പേജ് മറയ്ക്കുമ്പോഴേക്കും ഉറക്കം വന്നിട്ട് ഇങ്ങനെ കണ്ണ് തൂങ്ങാൻ തുടങ്ങും. ഇനി ലേഖ് മേം, ഒന്നാമത്തെ ചോദ്യം, ലേഖ് മേം കിസ് മഹീനെ കെ ബാരെ മേം കഹാ ഗയാ ഹെ. ഏത് മാസത്തെ പറ്റിയാണ്, മഹീന മാസം, ഏത് മാസത്തെ പറ്റിയാണ് പറയപ്പെടുന്നത്? ഏത് മാസമാണ് ഈ ലേഖനത്തിൽ പറയുന്നത്? മാർച്ച് മാസത്തെ പറ്റിയാണ്.
അടുത്ത ആക്ടിവിറ്റി കവിതാംശ് പഠേം അവർ പ്രശ്നം കെ ഉത്തർ ലിഖേം. ഈ കവിത വായിച്ചിട്ട് അതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ചീട്ടി ചൽത്തി ഹേ. ചീട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറുമ്പുകൾ നടക്കുന്നു. ചീനി ലേക്കർ ചീട്ടി ചൽത്തി ഹേ. പഞ്ചസാര എടുത്തിട്ടാണ്. ചീനി എന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണ് കേട്ടോ. ചീനി പഞ്ചസാര. പഞ്ചസാരയും കൊണ്ട് ചീട്ടി നടക്കുന്നു. ചീട്ടി രുക്തി ഹേ തോ ചീനി രുക്തി ഹേ. അതായത് ചീട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഉറുമ്പുകൾ നിൽക്കുമ്പോൾ പഞ്ചസാരയും അങ്ങനെ കൊണ്ടുപോകാനുള്ള പിടിച്ചുകൊണ്ട്, അപ്പോൾ അതും നിൽക്കും. ചീട്ടി ചൽത്തി ഹേ തോ ചീനി ചൽത്തി ഹേ. ചീട്ടി നടക്കുമ്പോൾ ഉറുമ്പ് നടക്കുമ്പോൾ പഞ്ചസാര നടക്കുന്നു. രസ്തമേ ഏക് ഓർ ചീട്ടി മിൽ ജാത്തി ഹേ. വേറൊരു ഇതൊരു കവിതയാണ്. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ കവിത സേ യേ ആശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേ. ഒന്നാമത്തെ ചീനി ലേക്കർ ചലനെ വാലി ചീട്ടി രാസ്തേ മേ ഏക് ഓർ ചീട്ടി സേ മിൽത്തി ഹേ. അത് ആശയവാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. അത് ഏതാണെന്നാണ്, ആ ലൈൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തെഴുതാൻ. രാസ്തേ മേം ഏക് ഓർ ചീട്ടി മിൽ ജാത്തി ഹേ. ഇനി രണ്ടാമത്തെ ചീട്ടി और ചീനി ഏക് സാത്ത് രുക്തി ഹേ और ചൽത്തി ഹേ. ഒരുമിച്ച് നിൽക്കും, ഒരുമിച്ച് നടക്കും. അത് ഏത് ലൈനാ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇനി കവിതാക്കേലിയ ഏക് ശീർഷക്, ഒരു ഹെഡിങ്. ശീർഷക് എന്ന് പറഞ്ഞാൽ ഹെഡിങ് കൊടുക്കാൻ, തലക്കെട്ട്. അതായത് ചീട്ടി और ചീനി, ഉറുമ്പുകളും പഞ്ചസാരയും.